വചനമൊഴി മെയ് 20. വചനഭാഗം യാക്കോബ് 1:22-27, മത്തായിയുടെ സുവിശേഷം 21:18-22. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ഇതുകണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഈ നിമിഷം തന്നെ ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു. ഈശോ അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ചെയ്തതു മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് ഉയർത്തപ്പെട്ട് കടലിൽ എറിയപ്പെടുക എന്ന് പറഞ്ഞാലും സംഭവിക്കും. ആകയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിക്കുന്നവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ 2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഒന്ന്, ഈശോ വഴിയരികിൽ കണ്ട ഒരു അത്തിവൃക്ഷത്തിലേക്ക് ഫലം അന്വേഷിച്ച് ചെല്ലുന്നു. ഫലം ലഭിക്കാതെ വരുമ്പോൾ ആ അത്തിവൃക്ഷം ഇനി ഒരിക്കലും ഫലം നൽകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത്തിവൃക്ഷത്തെ ഉണക്കിക്കളയുന്നു. ബാഹ്യമായി ഇലത്തളിർപ്പോടുകൂടി നിൽക്കുന്ന അത്തിവൃക്ഷത്തില് ഫലം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം അത്തിമരങ്ങള് ഇല തളിർക്കുന്നതും കായ്ക്ക് മൊട്ടിടുന്നതും ഒരേ സമയമാണ്. ഇല തഴച്ചു വളർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ അത്തിഫലങ്ങളും ഉണ്ടായിരിക്കണം. ബാഹ്യമായി ഇടതൂർന്ന ഇലകളുണ്ട് എങ്കിലും അത്തിഫലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. ബാഹ്യമായി ഫലമുണ്ടെന്ന് തോന്നിക്കുന്നെങ്കിലും ആന്തരികമായി ഫലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഈശോ ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. ഈ സംഭവം കണ്ട ശിഷ്യന്മാർ അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടപ്പോൾ ഈശോ പറയുകയാണ്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതു കാര്യവും ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമായൊരു ഘടകം വിശ്വാസമാണെന്ന് ഈശോ പഠിപ്പിക്കുക. വിശ്വാസത്തോടുകൂടി വേണം ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ. വിശ്വാസത്തോടുകൂടി ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മല പ്രതിസന്ധികളുടെ അടയാളമാണ്. ജീവിതയാത്രയിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ വിശ്വാസത്തോടെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിലായിരിക്കണം. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.